നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഞാൻ വേറെ ആരെക്കുറിച്ചുമല്ല പറയുന്നത്. ഒരുപാട് വലിച്ചു നീട്ടാനും സംസാരിക്കാനൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് ദയ അച്ചു എന്ന പാവാടവള്ളി ഇല്ലാത്ത ചേച്ചിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചേച്ചി ഓരോന്ന് പറയുമ്പം ചേച്ചിയെക്കുറിച്ച് ഓരോരുത്തർ വിമർശിക്കുമ്പോൾ ചേച്ചി എല്ലാവരെയും പാവാടവള്ളികളെന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം പാവാടവള്ളി ആവാത്ത ചേച്ചിയോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. എൻ്റെ ചേച്ചി ഇത് എങ്ങോട്ടായി കയറി പോകുന്നത്? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് നിങ്ങൾക്ക്? നിങ്ങളൊരു മനുഷ്യശ്രീയാണോ നിങ്ങളെന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. നിങ്ങളെ വീഡിയോയിൽ ഒരുപാട് കാണുന്നൊരു വ്യക്തി. കാണത്തേ ഉള്ളൂ, ലൈക്കൊന്നും ചെയ്തിട്ടില്ല. കാണും ഞാൻ. പക്ഷേ നിങ്ങൾ ഇത്രയ്ക്കും താഴ്ന്ന ഉള്ളൊരു സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലായില്ലേ. നമ്മളൊരു മനുഷ്യരെ ചവിട്ടി തേക്കാം. നമ്മൾ ഒരാളിലൂടെ, ഏതൊരു മനുഷ്യർക്കും ഒരാളിൻ്റെ കൂടെ, ഈ പെണ്ണുങ്ങളോട് തന്നെ കാണുമല്ലോ ഓരോരുത്തരിങ്ങനെ പോകുമ്പോൾ ഓരോ കുശുമ്പോൾ. അത് പെണ്ണുങ്ങളെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ജീവിച്ച് പൊക്കോട്ടെ. ഞാൻ രേണുസുതിയെക്കുറിച്ചാണ് പറയുന്നത്. ജീവിച്ച് പൊക്കോട്ടെ. ഞാൻ അവരുടെ ഫാനില്ല. ഞാൻ അവർക്ക് ഇതുവരെ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യാനോ ശരി ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ ഞാൻ കാണും. പക്ഷെ ഞാനും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഇവർ എന്തുവാ ഈ ഒരു സ്ത്രീ, ഇവർ കാണിക്കുന്ന പല വീഡിയോകളും കാണുമ്പോൾ എൻ്റെ മനസ്സിലും തോന്നാതെ ഇല്ല. ഞാൻ തോന്നിയിട്ടുണ്ട് എനിക്ക്. എങ്കിലും ഞാൻ പറയുക നിങ്ങളോട്, നമ്മളൊരു മനുഷ്യരെ നമ്മൾ ഉപദ്രവിക്കാം, നമുക്ക് അവരെക്കുറിച്ച് പറയാം. പക്ഷേ ഭൂമിയോളം അങ്ങ് ചവിട്ടിത്താത്ത് പോകുമ്പോൾ അവരൊരു സ്ത്രീയല്ലേ, നിങ്ങളെപ്പോലൊരു സ്ത്രീയല്ലേ. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർത്ത് നിങ്ങൾ ജീവിക്കുന്നെന്ന് പറയുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ ഓരോ പോസ്റ്റ് ഇടുന്നവരും ഓരോ വീഡിയോ ചെയ്യുന്നവരും അല്ലെങ്കിൽ ആൽബത്തിൽ അഭിനയിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർ കഷ്ടപ്പെടാതാണോ ജീവിക്കുന്നത്? അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടല്ലയോ ഈ രംഗത്ത് വരുന്നത്. അപ്പം ഒരാളിനെ കുറിച്ച് ആക്ഷേപിക്കുമ്പം ഒന്ന് ചിന്തിക്കണം. നമ്മൾ ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന കേട്ടല്ലോ, ഈ രീതിയിലൊക്കെ നമ്മളും സോഷ്യൽ മീഡിയയിലൂടെ നമ്മളും വാക്കുകൾ പറയുമ്പോൾ മറ്റുള്ളവരും ഇതൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ചേച്ചി ചേച്ചിയെ കുറിച്ച് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ചേച്ചിയെ ചോദിക്കാനും പറയാനുള്ളിടത്ത് ചേച്ചി ചവിട്ടിക്കയറാൻ ചെല്ലത്തില്ല. ചോദിക്കാൻ ആരും ഇല്ലാത്തടത്താണ് ചേച്ചി അങ്ങ് ചവിട്ടി മേപ്പോട്ട് കയറുന്നത്. ചോദിക്കാനുള്ളിടത്താണ് ചേച്ചി ചവിട്ടി കയറുന്നത്. ഇന്നാൾ 2 സ്ത്രീകൾ വന്നേ ഒരു ചേച്ചിയെ വിളിച്ചിട്ട്, മെഹന്തി ഇടുന്ന ഒരു ചേച്ചിയെ വിളിച്ചിട്ട് കുണ്ടി മെഹന്തി ഇടുന്നതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ചേച്ചീനെ അവരെ 2 പേരെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ വന്ന് വിമർശിച്ചത് അവർ പറഞ്ഞത് തെറ്റ് തന്നെ, തെറ്റല്ലെന്ന് ആർക്കും പറയാം. എനിക്ക് തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ വിഷമം തോന്നി. ഒരാളിൻ്റെ കല എന്തോ ആവട്ടെ, ചിലവർ പാട്ടിനോട്, ചിലർ വരപ്പിനോട്, ചിലർ മേക്കപ്പിനോട്, ഓരോരുത്തർക്കും ഓരോ രീതി ഇഷ്ടം തോന്നുന്ന തൊഴിൽ ഓരോരുത്തർ ചെയ്യും. ചിലർ തൊഴിൽ ഇഷ്ടത്തോടെ ചെയ്യും, ചിലർ അടിച്ചേൽപ്പിച്ചുള്ള, ചിലർക്ക് ഇഷ്ടമല്ലാത്ത ജോലികൾ ചെയ്യുന്നവരുണ്ട്. എന്നാലും നമ്മൾ ഏതൊരു ജോലി ചെയ്താലും ആ ജോലിക്കൊരു മഹത്വമുണ്ട്. ഇങ്ങേറ്റം തോട്ടിപ്പണി ചെയ്യുന്ന ആൾക്കാർക്കും അവർ ചെയ്യുന്ന ഒരു ജോലിയാണ്. അവരുടെ ആ ജോലിയിലും അവരതിനൊരു മഹത്വം കാണുന്നുണ്ട്. ചേച്ചി വന്നിരുന്ന് ഈ സോഷ്യൽ മീഡിയയിലോട്ട് വന്നിരുന്ന് ഓരോന്ന് പറയുമ്പോഴേ പലവട്ടം തോന്നിയിട്ടുണ്ട്, ഇവർക്ക് വേറൊരു ജോലി ഇല്ലയെന്ന്. ഇവർക്ക് ഇത് മാത്രമല്ല, മതിയായില്ലേ ആ രേണുസുതിയെ വിറ്റങ്ങ് തിന്നില്ലായിരുന്നു. ചേച്ചിക്ക് ലൈക്ക് ഷെയറൊക്കെ ശരിക്കും കിട്ടുന്നുണ്ട്, അത് മനസ്സിലായി. എന്ന് കരുതി ഒരാളെ നമ്മൾ ചവിട്ടിത്തേക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നമ്മൾ ഈ വിമർശിക്കുന്നവർ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അവർ ഓരോ ചുവടും മുന്നോട്ട് വെച്ച് അവരിന്ന് ബിഗ് ബോസ് വരെ എത്തി കേട്ടോ. ചേച്ചിയും ബിഗ് ബോസിലെത്തിയ ചേച്ചിയാണ്. ചേച്ചി ബിഗ് ബോസിൽ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ചേച്ചിയുടെ അതിനകത്ത് ഓരോരുത്തർ അനുഭവങ്ങൾ പറയും. അപ്പോൾ ആ അനുഭവം പറഞ്ഞപ്പോൾ എനിക്കും ചേച്ചിയോടൊരു ദയയും ഒരു വിഷമമൊക്കെ തോന്നി. നമ്മളൊരു കുടുംബജീവിതത്തിലോട്ട് നയിക്കുമ്പോൾ അതിനകത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ആണിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരിക്കും. തെറ്റ് ഇല്ലാത്തവരാരും ഈ ലോകത്തില്ല. ചിലപ്പം ഓരോരുത്തർ അത് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും. ചിലർക്ക് അത് വേണ്ടാന്ന് വെച്ചാൽ, ആ ജീവിതം വേണ്ടെന്ന് വെച്ചാൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് അവരുടെ കാര്യം നോക്കി അവർ പോകും. അങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ 16 വയസ്സ് നിങ്ങളെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ആ ഭർത്താവിനെ കുറിച്ച് പറയും.
എൻ്റെ മക്കളെക്കുറിച്ച് പറയും. പക്ഷേ അവർക്കും 2 മക്കളുണ്ട്. അവരാ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയല്ലേ അവർ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, ഇല്ലയോ? ഇടയ്ക്ക് നിങ്ങൾ ഇന്നാളെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എന്തോ ഉണ്ട്, വയറ് കാണിക്കുന്നു, അതിനകത്ത് വല്ലതും ഉണ്ടോ, എല്ലും മുട്ടും ഒക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്രയ്ക്കും ഒരു സ്ത്രീയെക്കുറിച്ച് അങ്ങ് അതമ്പതിച്ച് സംസാരിക്കണം. നിങ്ങളെ അഞ്ജലി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇതിനകത്ത് അവരുടെ അമ്മാവൻ നിങ്ങളെ വിളിച്ച ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. എൻ്റെ പൊന്ന് ചേച്ചി, ഒരു യൂട്യൂബറെ വിമർശിച്ചതിന് ഒരാൾക്കാരും ഇതുപോലൊക്കെ ചീത്തയും വിളിച്ചിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്കും ചീത്ത ചേച്ചിയെ വിളിച്ചത്. പക്ഷേ ചുണയുള്ള ചേച്ചിയായിരുന്നെങ്കിൽ അന്ന് മറുപടി പറഞ്ഞവണക്ക് എന്തായിരുന്നു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ചവരോട് ചോദിക്കാഞ്ഞത്. ഇത്രയും ചീത്ത വിളിച്ച് ഒരു വിമർശനം ചേച്ചി ഇടുമെന്ന് ഞാൻ വിചാരിച്ച് ഞാനത് നോക്കിയിരുന്നു. പക്ഷെ വന്നില്ല. അപ്പം പേടിയുള്ളവരെ ചേച്ചിക്ക് പേടിയുണ്ടോ എവിടെ ഇരുന്നാലും? അപ്പോൾ പേടിയില്ലാത്തവരെയും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്തവരെ നെഞ്ചത്തോട്ട് ചേച്ചിക്ക് അങ്ങ് ചവിട്ടി അങ്ങ് കയറാം. ചേച്ചി പറഞ്ഞെന്തുവാ, ഇനി ഞാൻ രേണുസുധിയുടെ പേരിൽ വീഡിയോ ചെയ്യത്തില്ല, അവർക്ക് ഞാൻ ഈ ഇടയ്ക്കാണ് അവർക്ക് ഡിപ്രഷൻ എന്നുള്ള രോഗം ഉണ്ടെന്ന് അറിയുന്നത് എന്നൊക്കെ പറഞ്ഞ് ചേച്ചി കുറേ വീഡിയോ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ ചേച്ചി കുറച്ചൊരു വീഡിയോ ആയിട്ട് വന്നായിരുന്നു. അവർ ബിഗ് ബോസിനകത്ത് ഇങ്ങനെയുള്ളവരെ ബിഗ് ബോസിലാക്കിയാൽ എന്ത് ചെയ്യുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ വന്നു. നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്നും പൊട്ടന്മാരും മണ്ടികളും ഒന്നും അല്ല. ആണും പെണ്ണും എല്ലാം കാണുന്ന ഒരു ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ചിലർക്ക് ഇഷ്ടപ്പെട്ടത് ചിലരിന്ന് കാണും, ചിലർ കാണാൻ പറ്റാത്തവരത് നീക്കിക്കളയും, അങ്ങനെയൊക്കെ. എന്നാലും ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്ന് നിന്നോട്ട് ഓരോന്ന് പറയുന്നത് നമ്മൾ സ്ത്രീ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സ്ത്രീ നന്നായി കയറിപ്പോകുന്നത് ഇഷ്ടമാകത്തില്ലല്ലോ. അവരൊക്കെ എങ്ങനെയെങ്കിലും അവരെ ചവിട്ടിത്താത്തി ഇട്ടേ പറ്റത്തുള്ളൂ. ചേച്ചീനെ ഞാനങ്ങ് സമ്മതിച്ച്, എൻ്റെ പൊന്നു ചേച്ചി ഞാൻ സമ്മതിച്ചു തന്നു. ഇനി ചേച്ചി എനിക്കിട്ട് പണിഞ്ഞ് വീഡിയോ ആയിട്ട് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇത് കാണുവാണെങ്കിൽ. പക്ഷേ ചേച്ചി, ഞങ്ങൾക്ക് പുട്ടിയൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. ഞങ്ങളുടെ ശരീരപ്രകൃതം ഇങ്ങനെ തന്നെ, ഞങ്ങളുടെ നിറവും ഞങ്ങളുടെ ശരീരപ്രകൃതം ഇതൊക്കെ തന്നെ. ഞങ്ങൾ വെയിലത്തോട്ട് നിന്നാലും ഒലിച്ചു പോകാനൊന്നുമില്ല, മഴയത്തോട്ട് നിന്നാലും ഒലിച്ചു പോകാനില്ല. ഈ നിറം ഇത് തന്നെ ആയതുകൊണ്ട്. അതുകൊണ്ട് പുട്ടിയിടാത്ത ചേച്ചി, മേക്കപ്പ് ഇല്ലാത്ത ചേച്ചി, നല്ല അധ്വാനിച്ച് ജീവിക്കുന്ന ചേച്ചി ഓരോരുത്തരുടെ മണ്ടയ്ക്കോട്ട് കയറുമ്പോഴേ തിരിച്ചടി ഇതുപോണക്ക് വരുമെന്ന് ഓർക്കണം. കേട്ടോ പാവാടെ വള്ളിയാവാത്ത ചേച്ചി, കേട്ടോ. ഈ അധ്വാനിക്കുന്ന ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ അധ്വാനം എന്നൊക്കെ പറയുന്നത് നീയൊക്കെ എന്തുവാ വിചാരിക്കുന്നത്? അധ്വാനിക്കുന്ന സ്ത്രീകളെ നീ കണ്ടിട്ടുണ്ടോ? നല്ല അധ്വാനിച്ച് വിയർത്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്ന ഒരുപാട് ചേച്ചിമാരുണ്ട്. അങ്ങനെയുള്ള ചേച്ചിമാരെ കണ്ട് ഒന്ന് തിരഞ്ഞു പിടിച്ച് കണ്ടിട്ട്, നിനക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മളെവിടെയോ ഇരുന്ന് ഇങ്ങനെ അങ്ങ് നാട്ടുകാരെ കുത്തി ഒരു ഫോണും എടുത്ത് വെച്ചും കൂടി ഇങ്ങനെ കുത്തി ഓരോന്ന് പറയുമല്ലേ, അപ്പം അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ അധ്വാനിക്കുന്ന ചേച്ചിമാരെ ഒന്ന് ശരിക്കും കാണുമ്പം ചേച്ചി ചിന്തിക്കും, അധ്വാനം ഇതാണെന്ന് ചിന്തിക്കും. കേട്ടോ ചേച്ചി? ഒരാളുടെ നെഞ്ചത്ത് കയറുമ്പം ഒരു ഇതൊക്കെ ഉണ്ട്. എനിക്ക് ചേച്ചിയെ 4 വർത്താനം പറയാനായിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ എനിക്കൊന്നും പറയാൻ തോന്നാത്തതല്ല, ഇന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചേച്ചി ഞാനങ്ങ് നിർത്തുക, കേട്ടോ. ഒരാളെ ഇതെല്ലാം കണ്ടും കേട്ടും ഈ വിമർശിക്കുന്നവരോട് ഞാൻ പറയുക, നമ്മളെ വിമർശിച്ച് നമ്മുടെ വീട്ടിലും രേണുസുധി വിമർശിച്ച് ഞാൻ കിട്ടും തോറും ഓരോ പടി ചവിട്ടിക്കൊണ്ട് മുകളിലോട്ടും കയറിപ്പോന്നു. അവർ ജീവിച്ചു പൊക്കോട്ടെ, ഒരു സ്ത്രീയല്ലേ അവർ. ഈ സമൂഹത്തിൽ അവർക്കും ജീവൻ കൊടുത്ത ദൈവം അവർക്ക് ജീവിക്കാനുള്ള ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നതിനോടല്ലേ ഓരോരുത്തർ ജോലി ചെയ്യുന്നത്, ഇല്ലയോ? അവരും ജീവിച്ച് പൊയ്ക്കോട്ടെ. അതുകൊണ്ട് എൻ്റെ ചേച്ചി, എനിക്ക് എന്തുകൊണ്ടൊക്കെ ചേച്ചിയെ പറയണമെന്നും പറഞ്ഞാൽ ഞാൻ വന്നത്. പക്ഷേ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളോട് സംസാരിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാനങ്ങ് നിർത്തുക. ഓക്കെ, നമുക്ക് പിന്നെ എന്തെങ്കിലും ഒരിക്കൽ കാണാം, എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാൻ പറ്റുമെങ്കിൽ കാണാം. കാണാനൊക്കത്തില്ല, ഞങ്ങളൊക്കെ ഇങ്ങനെ അറ്റം കിടക്കുന്നവർ. നിങ്ങളൊക്കെ അങ്ങ് ഗൾഫിലൊക്കെ ഇരുന്നോ വീഡിയോ ചെയ്യുന്നവർ, നമുക്കൊന്നും അറിയാനും കേൾക്കാനും പറ്റത്തില്ലല്ലോ. ചേച്ചിയെ നല്ല ഒന്നാന്തര ഇതുപോണക്ക് വിമർശിക്കണം തിരിച്ച് കിട്ടുന്നവരടുത്ത് ചേച്ചി ഒന്ന് കയറി നോക്ക്, അപ്പം അറിയാം. ഞാൻ കണ്ടായിരുന്നു. മോളെ മോളെ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചത്. അതിനൊരു വീഡിയോ ചെയ്യാൻ ചേച്ചി പിന്നെ വന്നിട്ടില്ല. ആ ഒരു വിമർശനമായിട്ട് ചേച്ചി തിരിച്ച് അയാൾക്കൊരു വീഡിയോ ഒരു മറുപടി പറഞ്ഞു വന്നില്ല. അന്ന് എനിക്ക് മനസ്സിലായി ചേച്ചി ചോദിക്കാനും പറയാനും ഉള്ളിടത്തോട്ട് കയറത്തില്ലെന്ന്. അതില്ലാത്തടത്ത് ചവിട്ടി കയറാൻ ചേച്ചി വലിയ മിടുക്കിയാണെന്ന്.
കേട്ടോ. അയ്യോ, ചേച്ചിയുടെ വീഡിയോകളൊക്കെ ഒന്ന് കാണണം, ഇങ്ങോട്ട് വന്ന് ഇന്ന് ചെയ്യുന്നതും പറയുന്നതും വീഡിയോകളൊക്കെ. ഓ, ഭയങ്കര വെടുപ്പ് വീഡിയോകളാണ്. എനിക്ക് നിങ്ങളെ പറയണമെന്ന് എനിക്കറിയാൻ പറ്റും. ഞാൻ വെക്കുക, എനിക്ക് തന്നെ ഇതാവുന്നത് നിങ്ങളുടെ കാര്യം സംസാരിച്ച്. ശരി.